ഈ കേസ് ഉണ്ടായ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലംപരിശാക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ്. അതിൽ MLA-മാർ മാത്രമല്ല, അതിന് മുകളിലുള്ള ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിജീവിതകൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കേസ് അന്വേഷണം നടത്തുന്ന സംഘം ഗൗരവമായിട്ട് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ മാത്രം പീഡനത്തിൻ്റെ വിവരങ്ങളല്ല. ശാരീരികമായി പീഡിപ്പിക്കുക, അവരെ ഗർഭിണിയാക്കുക, പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുക, അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇതെല്ലാം ഈ കേസിൻ്റെ മാനം വലുതാക്കുന്നതാണ്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘം ഒരു ഇരയിൽ മാത്രം ഒതുങ്ങി ഈ കേസിനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത്. ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസ് തേടിയെടുക്കണം. ഭയപ്പെട്ടുകൊണ്ടും ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായും പരാതി പറയാൻ മടിച്ച ആളുകളെ അവർക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യം നൽകി അവരെ സത്യം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം. ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, പല രീതിയിലും സഹായിക്കാൻ മറ്റു പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതിന് പിന്നിലും ഉന്നതന്മാരായിട്ടുള്ള ചില ആളുകളുടെ കൈകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഈ കേസിനെ ഗൗരവത്തോടെ എടുക്കാൻ കേരള പോലീസ് തയ്യാറാവണം.